ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരികയാണ്. ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ ഒരു ഡെസ്റ്റിനേഷൻ അന്വേഷിച്ച് പോവുകയാണ്. ഇത്തവണ ഞങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തൊമ്മൻകുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താണ് ഈ തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞാൽ ഇത്ര വലിയ പ്രത്യേകത? അതൊരു നല്ല പ്രകൃതി ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയർ ഉള്ളൊരു സ്ഥലമാണെന്നാണ്. നമ്മുടെ അതിരപ്പള്ളി പോലുള്ള വലിയ വെള്ളച്ചാട്ടമല്ല, ചെറിയ വെള്ളച്ചാട്ടം തന്നെയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി പോവാണ്. ഞാനുണ്ട്, ചിമ്മുണ്ട്, വൈഫ് റോസ്നയുണ്ട്. അപ്പോൾ തൊമ്മൻകുത്ത് ലക്ഷ്യമാക്കി ഞങ്ങൾ പോവാണ്. തൊടുപുഴ തൊമ്മൻകുത്ത് റോഡാണ്. കറക്റ്റ് 3-4 സെക്കൻഡ് പിന്നെ വേണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് തൊമ്മൻകുത്ത് എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉള്ളിലോട്ട് കോതമംഗലം ഫോറസ്റ്റ് റേഞ്ചിൻ്റെ പരിധിയിൽപ്പെടുന്ന കാടാണത്. ഇതിൻ്റെ അകത്ത് ഏകദേശം ഇപ്പോൾ ഒരു 7 കിലോമീറ്ററും കൂടെ 6 കിലോമീറ്ററാണ് പോയി കഴിഞ്ഞാൽ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടമായി. വലിയ വെള്ളച്ചാട്ടമല്ല, നമ്മുടെ അതിരപ്പള്ളി പോലുള്ള വലിയ വെള്ളച്ചാട്ടമല്ല. കാടിന് നടുക്കൂടെയുള്ള ഒരു അരുവി, അത് പല പല ഏരിയയിൽ ചെറിയ ചെറിയ പുത്തായിട്ട് ഒഴുകുന്നു, ഇത്രേ ഉള്ളൂ. ചിമ്മു എന്തെടുക്കുന്നേ? മരങ്ങളൊക്കെ നിൽക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള സന്ദർഭം ഉണ്ടല്ലോ. സൗണ്ട് എക്സ്ട്രാ കൊടുക്കാം. ഈ തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയണത് നമ്മുടെ ഒരാൾക്ക് 30 രൂപ ടിക്കറ്റ്, കുട്ടികൾക്ക് 20 രൂപ ടിക്കറ്റ്.
അപ്പോൾ ഞങ്ങൾ 3 പേരുണ്ട്. അപ്പോൾ 36 + 20 80 രൂപ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് കയറി. ഇതിൻ്റെ അകത്ത് കാണാനുള്ള കുറച്ച് ഗ്രീനിഷ് രീതിയിലുള്ള വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെ അകത്ത് കാണാനുള്ളൂ. പിന്നെ ഈ വെള്ളച്ചാട്ടം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിരപ്പള്ളി പോലെയുള്ള വമ്പൻ വെള്ളച്ചാട്ടമൊന്നുമല്ല. ഈ ചെറിയ കുത്ത് പോലെയുള്ള സ്റ്റെപ്പ് പോലെയുള്ള വെള്ളച്ചാട്ടമാണ് ഇവിടെ ഉള്ളത്. കാടിലൂടെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലെത്താൻ പറ്റും. പിന്നെ ഇവിടെ ഈ തൊമ്മൻകുത്ത് എന്നുള്ള പേര് വന്നത് നമ്മൾ പണ്ട് ഇവിടെ അടുത്ത് താമസിച്ചുകൊണ്ടിരുന്ന ഈ തൊമ്മൻ എന്ന് പറഞ്ഞ ഒരാൾ ഈ വെള്ളത്തിൻ്റെ കുത്തുണ്ടല്ലോ അതിൽ പെട്ട് മരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ തൊമ്മൻകുത്ത് എന്നുള്ള പേര് വന്നേക്കുന്നത്. ചിമ്മു പോവാണോ? കാടിന് നടുവിലൂടെ, തൊമ്മൻകുത്ത് കാട്ടിലൂടെ നടക്കുവാണോ? വർഷങ്ങൾക്ക് മുമ്പ് ചാടിയതായിരിക്കും. ഫോട്ടോ എടുക്കും അവിടെ എന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ നിറച്ചു ഇത് വല്ലാത്തൊരു തൊമ്മൻകുത്തായിപ്പോയി. ഈ കുത്ത് കാണാൻ ആരും വരാൻ ചാൻസ് ഇല്ല. കാരണം ഈ നടക്കുന്ന ഈ റോഡുണ്ടല്ലോ ഭയങ്കര കരിങ്കല്ല് പൊങ്ങി സൂചി പോലെ ക്രഷായി കിടക്കുക. ഈ സൂചി പോലുള്ള കരിങ്കല്ലിൻ്റെ മീതെ കൂടെയാണ് നമ്മൾ പാസ് ചെയ്ത് പോവുക. കൊച്ചുകുട്ടികളെ തട്ടി വീഴാതെ നോക്കണം. പിന്നെ പ്രായമുള്ള ആളുകൾക്കൊക്കെ നടക്കാൻ വെച്ച ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ ഒന്ന് ഡെവലപ്പ് ആവാനുണ്ട് ഈ നടക്കുന്ന വഴികളൊക്കെ. കണ്ടോ, ഇത് പിന്നെയും കുഴപ്പമില്ല. ഈ വഴി ചില വഴികൾ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത വഴികളുണ്ടാവും. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തട്ടി വീഴും, താഴയിൽ ഒന്ന് താഴെ പതിക്കും, അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാവും. ബി കെയർഫുൾ. കാട് ഇഷ്ടപ്പെട്ടു. കാട് നല്ല കാട് തന്നെ. ആന ഇറങ്ങുന്ന കാടുകളാണ്. പക്ഷേ ഇവിടെ ആന രാത്രി കാലങ്ങളിലാണ് ഇറങ്ങുള്ളൂ പറയുന്നത്. ഉള്ളിലോട്ടൊന്നും പോകാൻ സാധിക്കില്ല. അത് ഗൈഡിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതിന് പ്രത്യേക ഫീസും ഉണ്ട്. അപ്പോൾ ഗെയ്സ് ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചു. ഞങ്ങളൊരു സ്ഥലത്ത് ഇരിക്കുകയാണ്. ചിമ്മൂന് ഇതുവരെ ക്ഷീണമില്ല. കാരണം ചിമ്മിൻ്റെ ബോഡി വളരെ തിന്നായതുകൊണ്ട് അങ്ങനെ ഒരാവശ്യതയില്ല. എത്ര മണി ഓടി നല്ല പാടാണ്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ചു അങ്ങനെ ഇരിക്കാൻ കഴിഞ്ഞിട്ട്. ഇപ്പോൾ ആന വരാണെങ്കിൽ, ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ആന വരാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഈ സൈഡിലോട്ട് ഓടും. മനസ്സിലായോ? ഈ സൈഡിൽ നിന്ന് എന്തായാലും താഴ്ന്ന എന്തായാലും ആന വരില്ല. ആന വരുന്നത് മോൾ ഭാഗത്ത് നിന്ന് ഈ സൈഡിൽ നിന്ന് വരും. ഇവിടെ കാണാനുള്ളത് ഈ കാടുകളാണ്. കാടുകൾ, കാടിൻ്റെ ഒരു സൗന്ദര്യം. പിന്നെ ഈ വെള്ളത്തിന് കുത്ത് വലിച്ച് ഇപ്പോൾ ഇപ്പോൾ വേനലായതുകൊണ്ട് വെള്ളം കുറവാണ്. അല്ലെങ്കിൽ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നല്ല വെള്ളക്കുത്തുണ്ടാവും. പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അത് തന്നെ.